മൂന്നാർ രാജാക്കാട് അടിമാലി ഭാഗങ്ങളിൽ നിന്നെത്തുന്ന ബസ്സുകൾ നെടുങ്കണ്ടം പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ സർവീസ് അവസാനിപ്പിക്കുന്നതിൽ ഇടപെടൽ നടത്തുമെന്ന് നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിഹാബ് ഇട്ടിക്കൽ പറഞ്ഞു. കിഴക്കേ കവലയിൽ എത്തിച്ചേരേണ്ട ബസ്സുകളാണ് പാതി വഴിയിൽ സർവീസ് അവസാനിപ്പിക്കുന്നത്. നെടുങ്കണ്ടം പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലെ ടോയ്ലറ്റ് സമുച്ചയം പ്രവർത്തനം ആരംഭിച്ചതായും അദ്ദേഹം പറഞ്ഞു. അതിന്റെ പ്രതിനിധികളുമായിട്ട് സംസാരിച്ചായിരുന്നു. അപ്പോൾ അവർ രാവിലെ 10 മണി വരെ വരുന്ന വണ്ടികൾ നമ്മുടെ വീടുകളിൻ്റെ അവിടെ വരെ പോയി തിരിച്ചാണ് അവർ വരുന്നതെന്ന് പറഞ്ഞിരുന്നത്. അതിനുശേഷമുള്ള വണ്ടികളാണ് ഞങ്ങൾ ബസ് സ്റ്റാൻഡിൽ നിർത്തുന്നത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ അവർ മാറ്റം വരുത്തി നമ്മളോട് സഹകരിച്ച് മുന്നോട്ട് പോകാമെന്ന് പ്രൈവറ്റ് ബസ് ഓണേഴ്സ് നമ്മളെ അറിയിച്ചിട്ടുണ്ട്. അത് ഇനി കൂടുതൽ ഇടപെടൽ വേണമെങ്കിൽ അത് ഇടപെടുകയും ചെയ്യും. ഓക്കെ, സംബന്ധിച്ച് നെടുങ്കണ്ടത്തെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയൊരു പ്രശ്നമാണ്. ഏതായാലും ജനങ്ങളെ ഏറ്റവും കൂടുതൽ നമ്മൾ ആവശ്യപ്പെട്ടതും പഞ്ചായത്തിലേക്ക് ഈ പുതിയ ഭരണസമിതി വന്നപ്പോൾ ജനങ്ങൾ ഏറ്റവും കൂടുതൽ ആവശ്യപ്പെട്ടത് നെടുങ്കണ്ടത്തെ ഈ ടോയ്ലറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. ഏതായാലും ബസ് സ്റ്റാൻഡിൽ ടോയ്ലറ്റ് പ്രവർത്തനം ആരംഭിച്ചു. മിനിഞ്ഞാന്ന് തന്നെ അതിന്റെ എല്ലാം ക്ലിയറാക്കി അതിന്റെ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. അതുപോലെ താമസിക്കാതെ തന്നെ നമ്മുടെ പുതിയ മാർക്കറ്റ് കോംപ്ലക്സ് പണിതിട്ടുണ്ട്. അതിന്റെ പുറയിൽ ടേക്ക് എ ബ്രേക്കിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ടോയ്ലറ്റ് സമുച്ചയം വരുന്നുണ്ട്. അതുപോലെ തന്നെ അടുത്ത പദ്ധതി ഇപ്പൊ തന്നെ നമ്മൾ റിവിഷൻ്റെ അകത്ത് വെച്ചിട്ടുണ്ട്. നെടുങ്കണ്ടം കിഴക്കേ കവലയിൽ പ്രൈവറ്റ് വാഹനങ്ങൾ ഇവിടെ ടാക്സി വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്ന സ്ഥലത്ത് അവർക്ക് ഒരു ഷെഡും വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള ഒരു ഷെഡും ഒരു വെയിറ്റിംഗ് ഷെഡും ഒരു ടോയ്ലറ്റ് കോംപ്ലക്സും നമ്മൾ ഇപ്പം പണിയാനായിട്ടുള്ള ഫണ്ട് ഏകദേശം വെച്ചിട്ടുമുണ്ട്. ഇപ്പൊ തന്നെ ആരംഭിക്കുന്നത്.